കടുത്ത ചൂടിനൊരാശ്വാസം കിട്ടി. വൈകുന്നേരം ഒരു മഴ പെയ്തു. അപ്പോൾ രാവിലെ തന്നെ ടെറസിലൊന്ന് പോയി നോക്കി എന്താ സ്ഥിതിന്ന്. അപ്പം മഴയൊക്കെ കൊണ്ട് പച്ചക്കറികളൊക്കെ ഒന്ന് തണുത്തിരിക്കുന്നുണ്ട്. നിറയെ കോവയ്ക്ക പറിക്കാനുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ആ പണി നടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ കോവയ്ക്കയെല്ലാം പറിച്ചു. കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ളതൊരു വിഷയമാണ്. ഈ വീഡിയോ ഇട്ടാലുള്ള പ്രശ്നം എന്താ പറയുക, പിന്നെ എൻ്റെ അകത്തുണ്ടാവില്ല എന്താ അറിയില്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്. പയറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, പിന്നെ പയറുണ്ടായില്ല. കണ്ടില്ലേ, ഒരു പയറേ കിട്ടിയുള്ളൂ. ഉള്ളതാട്ടെ, പിന്നെ നമ്മൾ വീഡിയോ ഇടണമല്ലോ, ശീലിച്ചു പോയില്ലേ. അങ്ങനെ കോവയ്ക്കെല്ലാം പറിച്ച് കോഴിക്ക് തീറ്റ കൊടുത്തു. പിന്നെ ലാർവ ആയോന്ന് ചെക്ക് ചെയ്തു. പഴയ ചോറ് കുറച്ചുണ്ടായിരുന്നു, അത് തിന്നു. പക്ഷേ കോഴിക്ക് താല്പര്യം ചോറിനേക്കാളും വേസ്റ്റിലെ പുഴുവിനെയൊക്കെ പെറുക്കി തിന്നുന്നതാണ്. ഈ റോക്കറ്റ് പോലെ തോട്ടിയും കൊണ്ട് പോകുന്നത് മാങ്ങ പറിക്കാനാണ്. പകൽ ഭയങ്കര ചൂടല്ലേ, അപ്പം കെട്ടിയോൻ ഇച്ചിരി വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാങ്ങ പറിച്ചു. ദേ കിടക്കുന്നു മാങ്ങ മുഴുവൻ കേട്. പോട്ടെ, കളഞ്ഞ് അടുത്ത മാങ്ങനെ പറിച്ചു. നമുക്ക് പിന്നെ മാങ്ങയ്ക്ക് എല്ലായിടത്തും ഇപ്പോൾ ക്ഷാമമില്ലാത്ത സമയമാണ്. പക്ഷെ നമുക്ക് മാവില്ലാത്തതുകൊണ്ട് മാങ്ങയില്ല. മാങ്ങ പറിച്ച് വന്നപ്പം ചിറ്റിക്കൂട്ടൻ എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങി. അങ്ങനെ വേറൊരു മാങ്ങ പറിച്ച് വെള്ളം ഉണ്ടാക്കി അതും സെറ്റാക്കി കൊടുത്തു. ദേ ഹന്ന അപ്പത്തേനും എഴുന്നേറ്റ് ഉരുണ്ടും മറിഞ്ഞ് കളിക്കുന്നു. ഹന്നയ്ക്ക് പിന്നെ കിടക്കുമ്പോൾ വിരിയേ വേണ്ട, പിന്നെ തന്നെ പുതപ്പും വേണ്ട. എത്ര ചൂടാണെങ്കിലും വേണ്ട, തണുപ്പാണെങ്കിലും വേണ്ട, കിടന്നുരുളുക. പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഹന്ന കാണിക്ക്. പിന്നെ ഞങ്ങളുടെ വക കുറച്ച് ഫോട്ടോഷൂട്ട്, കുറച്ച് ഷോ. ചിറ്റിക്കൂട്ടിനപ്പത്തേനും ചായ കുടിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. കെട്ടിയുള്ള ചോറും പാക്കാക്കി സെറ്റാക്കി. ഇനി നമ്മുടെ കോവയ്ക്കാൻ എന്ത് ചെയ്യും? കോവയ്ക്കാനെ വറക്കാൻ വേണ്ടി എല്ലാത്തിനും ഒന്ന് അരിഞ്ഞ് ഉപ്പും മുളകും തിരുമ്മി ഒന്ന് ഉണക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഇരുന്നാൽ പഴുത്തു പോലെ, ഒരുപാട് മൂത്തവും കൊള്ളത്തില്ല. അപ്പം വറക്കുമ്പം എണ്ണ കുറവുണ്ടാവുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയിട്ട് വറുത്താൽ അതിനൊരു വേറെ ടേസ്റ്റും ഉണ്ട്. അതിഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ആ പരിപാടി ചെയ്തു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ പോയി. പള്ളിയിലൊരു പാട്ട് പഠിക്കാൻ പോയി. പള്ളി വരെ പോയി തിരിച്ചു വന്ന് കെട്ടിയവനാണെങ്കിൽ സ്വന്തം വാഴക്കൊലയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡായിട്ട് നിൽക്കുക. കൊല വെട്ടാനായി എന്നോ അതായത് തന്നെ ഒടിഞ്ഞു കെട്ടി വീണിട്ടുണ്ട്. അന്നേരം അതിനെ വെട്ടിയെടുക്കാൻ പോവാണ്. ആകെയുള്ള 10 സെൻറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ വാഴയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ, പുറകിലോട്ട് വലിയ മതിലാണ്. ഒരു വാഴക്കൊല വെട്ടിയതിൻ്റെ കണ്ടോ, അവിടെ പഴുത്തു ഇവിടെ പഴുത്തു. വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡയലോഗുണ്ട്. പിന്നെ ഞാനതൊക്കെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു വാഴ ഉള്ളവരിങ്ങനെ കാണിച്ചാൽ ഈ ഏക്കർ കണക്കിന് വാഴ ഉള്ളവരൊക്കെ എന്തോരം വീഡിയോ എടുക്കണമെന്ന്. ഇതിൻ്റെ ഷോ കാണാൻ വയ്യ. പിന്നെ അതിൻ്റെ വാഴപ്പിണ്ടി അല്ലേ, ഉള്ളിലുള്ള സാധനം, ആ സാധനം എടുത്തു. കുറച്ചധികം ഉണ്ടായിരുന്നു. അച്ചാറിടുകയോ തോരൻ വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. അത് എടുക്കുന്ന വീഡിയോ മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇത് ഡീറ്റെയിലായി എടുത്തോളാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചധികം കാണിച്ച് വേർപ്പിക്കുന്നത്. ഒന്നും തോന്നരുത്. അങ്ങനെ ഇത് കുറച്ചധികം കൂടെ കട്ട് ചെയ്ത് കളയണേ. മുഴുവൻ ഇത്രയും കനമൊന്നുമില്ല. ആ കുഞ്ഞു വാഴയിൽ ഇത്രയും കനത്തിൽ പെണ്ടി ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പൊളിച്ച് കളഞ്ഞിട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പൊളിച്ച് കളഞ്ഞാൽ മതിയല്ലോ, വെറുതെ കറുത്ത് പോകണ്ടെന്ന് ഓർത്തിട്ടാണ്. ചിറ്റി അന്നയും ഈ കാഴ്ച ആദ്യമായി കാണുന്നതുകൊണ്ട് അത്ഭുതപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ, സ്വന്തം വിളവിൻ്റെ കുറച്ച് ഷോയും സാറ്റിസ്ഫാക്ഷനും കാണിക്കുന്നുണ്ട്. പിണ്ടി കെട്ടിയോണ്ട് വൈകുന്നേരം പിണ്ടിയും ചെറുപയറും തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.